MJ അങ്കിൾ, ഇനി വരാൻ പോകുന്ന ആള് വരുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടാവും. വന്നു കഴിഞ്ഞിട്ട് മധുരമഴ പെയ്യോ അതെയോ ഇല്ലേ എന്നുള്ളത്. അതിന്റെ രണ്ടും നടുക്കാണുള്ളത് ഇപ്പോ. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഒരു കംബാക്ക് നടത്തും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് തന്നിട്ട് പ്രോമിസ് തന്നിട്ട് പോയ ഒരാളാണ് വരുന്നത്. നമ്മുടെ ദിയക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ദിയ ഓൺ സ്റ്റേജ്. ഹായ് ദിയ. ഹായ് സർ. രണ്ടും കൽപ്പിച്ചുള്ള ഒരു വരവാണല്ലോ അത്. ദാവണി പോട്ട ദിയ. For the very first time on Flowers Top Singer season 6 അല്ലേ ദിയക്കുട്ടി ഷൂ ഇല്ലാതെ അല്ല, മുന്നേ കേട്ടത്. മുന്നേ ഉണ്ട്. ഞാൻ ഒരു ദിവസം കണ്ടില്ല കേട്ടോ. ഞാൻ ഇല്ലാത്തപ്പോഴാണ്. അല്ല അല്ല, ഞങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴും ആദ്യം നോക്കുന്ന ഷൂ ആണ് കേട്ടോ. അപ്പൊ എന്താണ് പരിപാടി? പാട് അത് തന്നെ. ഏതാ? ചോലക്കിളികൾ മൂളിപ്പാടും. ടിക് 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 ടിക്. Yes. ആ പാട്ടല്ലേ? അതെ. രസമുള്ള പാട്ടാണ്. ബാക്കി കാര്യങ്ങൾ ഫിലിം ദ പ്രിൻസ്, ഇയർ 1996. മ്യൂസിക് ദേവ സർ, ലിറിസിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയത് ചിത്രാമ്മ. ദേവസാറിന്റെ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ആദ്യത്തെ ഒരു പാട്ടാണ്. അദ്ദേഹം ആദ്യം മലയാളം സിനിമയ്ക്ക് ഒരുപാട് പാട്ടുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ഗ്രേറ്റ് മ്യൂസിക് കമ്പോസറാണ്. ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അദ്ദേഹം ട്യൂൺ ഉണ്ടാക്കുന്നത് നിമിഷ നേരം പെട്ടെന്നാണ്. അത് മാത്രമല്ല അദ്ദേഹം അത് ആ ട്യൂൺസ് ഒക്കെ അദ്ദേഹം പാടി കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ആ രീതിയിലാണ് അദ്ദേഹം അതിന് എക്സ്പ്രഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ദേവസാറിന് ഒരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും. പിന്നെ ഓഫ് കോഴ്സ് ഗിരീഷ് ഏട്ടനും. അതെ. അപ്പോൾ ഈ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. സുരേഷ് കൃഷ്ണ അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് മലയാളത്തില്. പിന്നെ ഗിരീഷ് കർണാട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രകാശ് രാജിന്റെ ഡെബ്യൂ മലയാളത്തില് അതും കൂടിയാണിത്. അപ്പൊ ദിയക്കുട്ടി, എന്താ ചേച്ചി? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇന്നെങ്കിലും മധുരമഴ പെയ്യണം കേട്ടോ. ആ കംബാക്ക് വേണം നമുക്ക്. വേണം. ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പില്ലാത്ത എന്താ കോൺഫിഡൻസ് ഒക്കെ പോയോ? ഇല്ല. പിന്നെ എന്ത് പറ്റി? പിന്നെ എന്നാ പറ്റി എന്റെ കുഞ്ഞെ? അടിക്കുമ്പോഴും അവൾ അങ്ങനെ തന്നെയായിരുന്നു പറയാം. ഓവർ സന്തോഷം. വിനയമാണ് മുഖമുദ്ര. വിനയല്ലാതെ അങ്ങനെയാന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് നോക്കും. അങ്ങനെ തന്നെയാണ് എപ്പോഴും. ദിയുടെ ഒരു കുറിപ്പിന്റെ ഉറപ്പെങ്കിലും തന്നൂടെ? തന്നോ? യെസ്. അപ്പൊ സെറ്റ് സെറ്റ് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചോലക്കിളികൾ മൂളിപ്പാടും കുരുകുക്കു, തളിരോലത്തുമ്പിൽ കാറ്റു തുടിക്കും തിരി ടിക് 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 ടിക്. പായും പുഴയുടെ പാദസരങ്ങൾ ക്ലിം ചിം ക്ലിം ചിം ക്ലിം. കുളിർവാരിത്തൂവും വേനൽ പുതുമഴ റിഞ്ചിം റിഞ്ചിം റിം. എങ്ങും കേൾക്കാം സ്നേഹ സംഗീതം, അതു നെഞ്ചിൽ ചേർക്കും ദൈവ സന്ദേശം. പ്രകൃതിയെ നിന്റെ ഹൃദയം പോലും എന്നും അതിശയ സ്വരങ്ങൾ കനലകട തിരകളായി ചോലക്കിളികൾ മൂളിപ്പാടും കുരുകുക്കൂ. തളിരോലത്തുമ്പിൽ കാറ്റു തുടിക്കും തിരി ടിക് 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 ടിക്.
ചോലക്കിളികൾ മൂളിപ്പാടും ഒരു കുക്കൂ തളിരോലത്തുമ്പിൽ കാറ്റു തുടിക്കും ചിരി ടിക് 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 ടിക്. തിരുവാരതിയൊഴിയും നിരാമയൻ അമ്പാടി പൊരുളിന്റെ പൊന്നോട കുഴലിലെ സംഗീതം നമ്മൾ മറന്നു. തൃക്കാക്കലെരിയുന്ന കർപ്പൂരത്തെരിയിട്ട പൊൻദീപം നെഞ്ചിൽ പൊലിഞ്ഞു. കണ്ണന്റെ കളിമുഖം കാണുന്ന നിമിഷത്തിൽ ഇടറുന്ന ഹൃദയവും ഇടയ്ക്കയായി തുടിച്ചിടും ചോലക്കിളികൾ മൂളിപ്പാടും ഒരു കുക്കൂ തളിരോലത്തുമ്പിൽ കാറ്റു തുടിക്കും ചിരി ടിക് 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 ടിക്. പായും പുഴയുടെ പാദസരങ്ങൾ ക്ലിം ചിം ക്ലിം ചിം ക്ലിം. കുളിർ വാരിത്തൂവും വേനൽ പുതുമഴ റിഞ്ചിം റിഞ്ചിം റിം. എങ്ങും കേൾക്കാം സ്നേഹ സംഗീതം, അതു നെഞ്ചിൽ ചേർക്കും ദൈവ സന്ദേശം. പ്രകൃതി നിന്റെ ഹൃദയം പോലും ഇന്നും അതിശയ സ്വരങ്ങൾ കനല കടൽ തിരകളാ. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്, വെരി ഗുഡ്. പാട്ട് കുരുകു കുക്കു ടികിടിക് ടിക് 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 റിംചിം റിംചിം റിം ടിജിം ടിജിം ടിം. ടിജിൻ ടിജിൻ ടിം. ഇതൊക്കെ നന്നായിരുന്നു. താങ്ക് യു സർ. ഞാൻ കുറച്ചും കൂടെ ഒരു ക്യൂട്ട് എക്സ്പ്രഷൻ അവിടെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ അല്ലേ ഒരു happiness. അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോ വരിയുടെയും അവസാനത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. കുരുകു കുക്കു പാടുമ്പോ ഒരു ക്യൂട്ടായിട്ട് അവതരിപ്പിക്കാമല്ലോ. ചോലക്കിളികൾ മൂളിപ്പാടും കുരുകു കുക്കു. അങ്ങനെ പാടുമ്പോഴത്തേക്കും ഒരു കുസൃതി. ഒരു കുസൃതി, യെസ്, ഒരു കുറുമ്പ്, നോട്ടി. അത് കുറച്ചും കൂടെ ഒരു 50 ഗ്രാം കൂടെ കൂട്ടിയാൽ നന്നായിരിക്കും തോന്നുന്നു. അതെനിക്ക് തോന്നി. അതുപോലെ അത് ആ ഋതത്തിന്റെ കൂടെ അത് കുറച്ചും കൂടെ റിഥമിക്കായിട്ട് വേണം. ചോലക്കിളികൾ മൂളിപ്പാടും. ഇപ്പൊ ചോലക്കിളികൾ മൂളിപ്പാട് മറ്റേ സമരം പോലെ ചോലക്കിളികൾ മൂളിപ്പാട് അങ്ങനെയല്ല, ചോലക്കിളികൾ മൂളിപ്പാടും. അങ്ങനെ നമ്മള് ആക്സെന്റ് കൊടുക്കുക. നമ്മുടെ ആ ബീറ്റിൽ അതാണ് സിങ്കപ്പേഷൻ എന്ന് പറയുന്നത്. എവിടെ നമ്മൾ ആക്സെന്റ് കൊടുക്കണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആക്സെന്റ് കൊടുക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ കൺവേ ചെയ്യപ്പെടുന്നത്. അതാണ് ഒരു കാര്യം ടു നോട്ട്. പിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്ന കേട്ടോ, കാരണം ഇത്രയെങ്കിലും അനുപല്ലവിയും ചരണവും പാടി ഒപ്പിച്ചില്ലേ, അതെ, അതിന് കൈയടി കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും. വാനിടത്തിൽ കൊട്ടുമിടി മുഴക്കും നമ്മൾ ആദ്യം കേട്ടൊരു പടധ്വനി. രാത്രികളിൽ മിന്നും മിന്നക്കുളത്തിൽ നമ്മൾ ആദ്യമായി കണ്ടു നടനകൾ. സന്തോഷം വിതയ്ക്കുന്ന സംഗീതം കൊതിക്കുന്ന മർത്യന്റെ മനസ്സുകളിൽ യന്ത്രങ്ങൾ ഇരമ്പുന്ന തന്ത്രങ്ങൾ ചമച്ചു നാം ഇന്ദ്രന്റെ നടിച്ചു. വേദങ്ങൾ ഉരുവിട്ടു പാടുന്ന നാടിൻ നെഞ്ചിൻ തൊടുതൊടി തുടിക്കുന്ന വെടിപടക്കുളം പടി ചോലക്കിളികൾ മൂളിപ്പാടും ഒരു കുക്കൂ. ഒരു മനുഷ്യരെ കൊണ്ട് ഒരൊറ്റ ഇതിലൊക്കെ ഇത് പാടാൻ പറ്റുമോ? ഭയങ്കര പണിയാ. ശ്വാസം മുട്ടി പോവും. ശരിക്കും ശ്വാസം മുട്ടും. അതിനിടയിൽ സംഗതി വരണം. ലിറിക്സ് യന്ത്രവൽകൃത ലോകമൊക്കെ പറയുന്നുണ്ട്. അതിലോട്ടൊക്കെ പോണം. ആ സോങ്ങിന്റെ സിറ്റുവേഷൻസിന് ആ സിനിമയ്ക്ക് നന്നായിരിക്കും. പക്ഷെ നമ്മൾ പാട്ടായിട്ട് പാടുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര പണിയാണ് കേട്ടാ. ശരിക്കും ഒരു പണി ഏറ്റെടുത്ത പോലെ ഉണ്ട് കേട്ടാ. ഒരു ക്ഷീണിച്ചു പാടി കഴിഞ്ഞിട്ട് ക്ഷീണിക്കും, ആരാണെങ്കിലും ക്ഷീണിക്കും. ദേകുട്ടിയാണാണ് ഇത്രയെങ്കിലും അത് ഒപ്പിച്ചത് എന്നുള്ള രീതിയിലാണ്. ഒപ്പിക്കൽസ് ആണ് ഇത് നടക്കുള്ളൂ ഈ പാട്ടില്. ലൈവായിട്ട് പാടാൻ ഭയങ്കര ടഫാണ്, ഭയങ്കര ചലഞ്ചാണ്.
പ്രത്യേകിച്ചും ആനുപല്ലയുടെ ട്യൂണും അതിൽ മലയാളം ലാംഗ്വേജ് ഒക്കെ അതെ 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 വരുമ്പോഴത്തേക്കും അതെ അതങ്ങോട്ട് നമുക്ക് ചെല്ലിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമൊക്കെ വരും. ചിലപ്പോൾ തമിഴ് ലിറിക്കാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് പാടാൻ പറ്റിയേനെ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇടയ്ക്കൊരു ഹംസധ്വനി ഉണ്ടായിരുന്നല്ലോ, ആ ധ്വനിയിൽ എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ തോന്നി. നമ്മൾ ആദിയിൽ കേട്ടൊരു പടഹധ്വനി. അതില്ലേ, അതെങ്ങനെ? അത് അനർഗള നിർഗളമായിട്ട് വരണം. അപ്പൊ ഇങ്ങനെ സ്മൂത്ത് ഫ്ലോയിങ് ആയിട്ട് വരണം, അപ്പോഴാണ് അത് രസമാവണേ. പിന്നെ പ്രകൃതി നിന്റെ ഹൃദയം പോലും ഇന്ന് അതിശയ സ്വരങ്ങൾ ഞാൻ വരുന്നുണ്ടല്ലോ, അവിടെ ആ ടെമ്പോയില് കുറച്ച് ബുദ്ധിമുട്ടാണ്. സംഗതിയും വരണം, ആ ടെമ്പോയും നിൽക്കണം. ടെമ്പോ പോകുന്നില്ല. അതിനിടയില് മൈക്കൽ ജാക്സൺ വരുന്നുണ്ട്. They don't really care about us. അത് വരുന്നുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കണം. അതിന്റെ കൂടെ പഠിക്കേ. അത് സമ്മർ സോൾട്ട് പോലെയാണ് കേട്ടോ, സംഗതി സമ്മർ സോൾട്ട് ചെയ്യുന്നത്. തലകുത്തി മറിഞ്ഞ് ഒരു വരി കേൾക്കുമ്പോ തന്നെ ക്ഷീണം വരുന്നു ഇങ്ങനെ. പക്ഷെ നല്ല ഹാർഡ് ലേബർ ഉണ്ടായിരുന്നു കേട്ടോ. ദിയകുട്ടി നന്നായിട്ട് ലേബർ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എത്ര ദിവസം കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും? 6 ദിവസം. 6 ദിവസം. ശബ്ദത്തിന് സ്വാതന്ത്ര്യം തിരിച്ചു വന്നോ? ഓക്കെ ആണോ? അതിൽ സംശയമുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ദിയക്കുട്ടി, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചോലക്കിളികൾ മൂളിപ്പാടും കുരുകുക്കു, തളിരോലത്തുമ്പിൽ കാറ്റു തുടിക്കും പായും പുഴയുടെ പാദസരങ്ങൾ ക്ലിം ചിം ക്ലിം ചിം ക്ലിം, കുളിർവാരിത്തൂവും വേനൽ പുതുമഴ റിഞ്ചിം റിഞ്ചിം റിം. ചില ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കാനുണ്ട്, അതാണ് എനിക്ക് തോന്നുന്നത്. പാടി പാടി പ്രാക്ടീസ് ചെയ്ത് ഫ്ലെക്സിബിൾ ആക്കണം ഈ പാട്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് പാട്ടായത്. കാരണം അതിൽ അക്ഷരങ്ങളും അതിലെ വാക്കുകളൊക്കെ അങ്ങനത്തെ ടൈപ്പാണ്. ഇപ്പം ഈ യന്ത്രങ്ങൾ വരുമ്പോൾ തന്ത്രങ്ങൾ ചമച്ചു ഞാൻ ഇന്ദ്രന്റെ ഗവനടിച്ചു, അങ്ങനെയുള്ള വാക്കുകൾ വരുന്നുണ്ട്. മന്ത്രം ഉണർത്തി മൃദു ശംഖമൊരുക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതെ അതെ. അപ്പൊ അത് ഇങ്ങനെ കുറച്ച് ഫ്ലെക്സിബിൾ ആവണം, അത് പാടി പാടി ഫ്ലോയിൽ ആക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. MJ അങ്കിൾ പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. കുറച്ചും കൂടി ഒന്ന് എനിക്ക് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ തോന്നി വോയിസിന് ഈ പാട്ടില് കേട്ടോ. അതാണ് എനിക്ക് തോന്നിയത് കാര്യം. അപ്പൊ അതൊന്ന് അടുത്ത പാട്ടിൽ നിന്ന് ഈ കുറവ് നികത്തി അടുത്ത പാട്ടില് മിടുക്കിയായിട്ട് വാ പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ദിയക്കുട്ടി, എന്താ ചേച്ചി എപ്പോഴും കാണുന്ന ആ ഒരു ഷൈൻ കിട്ടിയില്ല ഇന്ന് കേട്ടോ. ഒരു എനിക്ക് തോന്നുന്നു ദിയക്കുട്ടിയും ഒന്ന് പേടിച്ചിട്ടാ ഇതിങ്ങനെ പാടുന്നത്. ഇത് ശരിയാവോ, ഇത് കറക്റ്റ് സ്ഥലത്ത് ബ്രെത്ത് കിട്ടുമോ എന്നുള്ള ഒരു തോട്ട് ദിയക്കുട്ടിയുടെ ഉള്ളിലും ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക്. പാട്ട് രണ്ടാമത്തെ ചരണത്തില് ഇങ്ങനെ പാടി പാടി വന്നിട്ട് ആ പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ചോലക്കിളികളുടെ വരെ ശ്വാസം പിടിച്ചു. നല്ല ബ്രെത്ത് കൺട്രോൾ. അതെ, അത് ദിയക്കുട്ടി ആയതുകൊണ്ടാണ് ഈ പാട്ട് ഇങ്ങനെ പാടി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇത്രയും പാടി ഒപ്പിക്കാൻ പറ്റിയത് ദിയക്കുട്ടി ആയതുകൊണ്ട് മാത്രമാണ്, അതൊരു സംശയമില്ല. മിടുക്കിയായിട്ട് പാടി. പക്ഷേ ഇതിങ്ങനെ ഒരു പാട്ടാണ്, ഇത്രയും അധികം വരികൾ വരുന്നുണ്ട്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഫുള്ള് കമ്പോസിഷൻ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് വരും. എവിടെയാ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ മധുചേട്ടൻ പറഞ്ഞ പോലെ മൊത്തത്തിൽ ആസ് എ സിംഗർ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അങ്ങനെ ഒരു പാട്ട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ദിയേനെ പോലത്തെ ഒരു ടാലൻറ്റ് വന്നിട്ടുണ്ടെങ്കിലേ ഇതുപോലെയെങ്കിലും ലൈവായിട്ട് പാടാൻ പറ്റൂ കേട്ടോ. അത്രയും ബുദ്ധിമുട്ടുണ്ട് അത് പാടാൻ വേണ്ടിയിട്ട്. അപ്പം മൊത്തത്തിൽ എനിക്ക് തോന്നിയത് ഇത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫീല് കുറച്ച് കുറവായിരുന്നു. യൂഷ്വലി ഉള്ളതിനേക്കാളും ബ്രെത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ ഗ്യാസ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം നല്ല ബ്രെത്ത് കപ്പാസിറ്റി ഉണ്ട് താനും. ആ ചരണത്തുനിന്ന് പല്ലവിയിലേക്ക് പോകുമ്പോഴും അനുപല്ലവിന്ന് പല്ലവിയിലേക്ക് പോകുമ്പോഴും അത്രയും ലെങ്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ദിയക്കുട്ടി പാടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ ശ്വാസം കഴിക്കണം, ഇങ്ങനെ ഇതായി പോകണം എനിക്ക്. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് എന്താ പറയുക, മൊത്തത്തിലൊരു കംഫർട്ടബിൾ അല്ലാതെ പാടുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം എന്താ പറയുക, ഇതുപോലത്തെ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം ഇങ്ങനത്തെ പാട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മിടുക്കിയായിട്ട് പാടി ദിയയുടെ അറ്റംപ്റ്റിന് ഒരു ഉഗ്രൻ കയ്യടി തരാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. So, Diyakuti going to be awarded
97 out of 100 today. ദിയ കുട്ടി ഓ മിടുക്കി കുട്ടിയല്ലേ നമ്മുടെ കരയാൻ പാടുണ്ടോ? മിടുക്കി ആയോണ്ടല്ലേ ഇത്രയും നല്ലോണം പാടാൻ തീർച്ചയായിട്ടും പറ്റണേ അതെ 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 ചേട്ടാ. ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. എല്ലാ ദിവസവും ഒരുപോലെ നമുക്ക് പാടാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതെ. എല്ലാ വേദികളിലും ഒരുപോലെ നന്നായി പാടാൻ പറ്റിയെന്ന് നമുക്ക് പറ്റിയെന്ന് വരില്ല. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. എത്രയോ ഹൺഡ്രഡ്സ് വാരി കൂട്ടിയ ആളാണ് അല്ലേ, 5 സ്റ്റാർ കിട്ടിയ ആളാണ് അല്ലേ. അതൊന്നും 2 പെർഫോമൻസ് കൊണ്ട് ആ നമ്മളൊന്നും പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് ഈ 2 പെർഫോമൻസിങ്ങിനെയാന്ന് പറഞ്ഞെല്ലാം തകിടം പറഞ്ഞ താഴെ വീഴും തോന്നുന്നില്ല. ദിയ കുട്ടിയുടെ ടാലന്റ് അവിടെ തന്നെയുണ്ട്. ഓക്കെ, സൂപ്പർ ആവട്ടെ. ഓക്കെ ഓക്കെ സർ. മിടുക്കിയാണ്. ഓക്കെ. അടുത്തതിൽ അടിച്ചു പൊളിക്കാം. ഓക്കെ, ഇതൊക്കെ തുടച്ചിട്ട് ഇത് മറന്നിട്ട് വേണം വരാൻ കേട്ടോ. ടാറ്റാ. സൂര്യകാന്തി എന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ടോ? ആ കേക്കുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. കഴിഞ്ഞ ദിവസം ആര് പാടിയതാ? ശിവകാമിക്കുട്ടി പാടിയ പാട്ടല്ലേ? അതിനുമ്പേ രാമായണക്കാറ്റ് കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. ഒന്നുകൂടെ കേട്ടോ നോക്കിയേ. നന്നായി കേക്കുന്നുണ്ട്. അവിടെ ഉണ്ട്, കാണുകയും ചെയ്യാം, അടുക്കി വെച്ചിട്ടുണ്ടല്ലേ അതെ. ലൈബ്രറിയിൽ. കാണുകയും ചെയ്യാം, കേൾക്കാൻ മാത്രമല്ല. പനിനീര് പെയ്യും നിലാവിൽ, അത് കേട്ടിട്ടുണ്ടോ? ആ. ഓ അതും കേൾക്കുന്നുണ്ട്. എല്ലാം കേൾക്കാം. ഇവിടെ മുഴുകണ്ട്. ഇവിടെയാന്ന് തോന്നുന്നു. ഇവിടെ അവിടെ ഓ, അവിടുന്നാണ് ഈ മുഴക്കൊന്ന് ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? മാത്രമല്ല ഇപ്പോഴത്തെ പാട്ടുകളൊന്നുമല്ല, പഴയ പാട്ടുകൾ ലൈബ്രറിയിൽ കുറെ ഇങ്ങനെ അടുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതാ അവിടെ ഇരിപ്പുണ്ട്. തരളിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം. കേട്ടോ? Yes, കേട്ടു. കേൾക്കുന്നുണ്ടോ? അതെ. ദൂരെ നിന്ന് പാടുന്നത് വ്യക്തമായി കേൾക്കാം. ദൂരെ അതെ. കേൾക്കാം. അതെ. അതെ, അതെ. ദൂരെ നിന്ന് പാടുന്നത് കേൾക്കാൻ അതെ. പറ്റും. അപ്പൊ ദൂരെ നിന്ന് വരാൻ പോകുന്ന ആളാണ് നമ്മുടെ JR ശിവകാമി. ശിവകാമിക്കുട്ടിയാണ്. Yes. വെൽക്കം. ഉം. ഹായ് ശിവകാമിക്കുട്ടി. സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആണോ? ആ വള കണ്ടോ? ആ, ഒരു വള എന്നെ തിളക്കമെന്നറിയാമോ? തിളങ്ങുന്നുണ്ട്. അതെ അതെ, നല്ല തിളക്കമുണ്ട്. പുതിയ വളയാണോ? അല്ല പഴയത്. ആണോ? പഴയതാണോ? ഈ ഉടുപ്പ് ആരെങ്കിലും സമ്മാനം തന്നെയാണോ ഇത്? അല്ല ഇത് തച്ചതാ. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. Yes. ശിവകാമി കുഞ്ഞിനെ 2 ആക്ഷൻ ഉണ്ട്. സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓൺ. അതെങ്ങനെ സംസാരിക്കുമ്പോ സ്വിച്ച് ഓഫ് ആണ്, ഓഫ് ആയിരിക്കും. ആ. ഇങ്ങനെയൊക്കെ സംസാരിക്കും. അത് ആണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. തച്ചതാ, അങ്ങനെയൊക്കെ. പക്ഷെ പാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ സ്വിച്ച് ഫുൾ Switch full ആണ്, വേറൊരാളാണ്. വേറൊരാളായി. ഫുൾ അതെ. പവർ ആവും. പിന്നെ അതെങ്ങനെ ശിവകാമി കുഞ്ഞെ? അത് അവക്കും അറിഞ്ഞു. അറിയില്ല, അതാണ്. അതാണ് ടാലന്റ്. ദാറ്റ് ഇസ് ടാലന്റ്. Yes. അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാ? സ്വരകന്യകമാർ വീണമിട്ടുകയായി. ആ. Beautiful സൂപ്പർ പാട്ടല്ലേ? song. Beautiful song. മോഹൻ ചേട്ടന്റെ മ്യൂസിക് അല്ലേ? അത് എഴുതിയിരിക്കുന്നത് കൈതപ്രസാദ് സാർ അല്ലേ? കൈതപ്രസാദ്. ഏത് സിനിമയാണ്? സാന്ത്വന. സാന്ത്വനം. ആര് പാടിയത്? ചിത്ര ചേച്ചി അല്ലേ? ആ, ഏത് വർഷമാണ് സാന്ത്വനം? 1991. Yes. Yes. മിടുക്കി. നന്നായിട്ട് പാടണേ. അപ്പൊ All the ഓൾ ദി best. ബെസ്റ്റ് ശിവകാമി കുട്ടി. ഓക്കെ. സ്വരകന്യകമാർ വീണമീട്ടുകയായി. കുളിരോളങ്ങൾ പകർന്നാടുകയായി. തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പിൻമണിയായി. സുഹൃതവനിയിലാരോ പാടും ആശംസാമംഗളമായി. സ്വരകന്യകമാർ വീണമീട്ടുകയായി. കുളിരോളങ്ങൾ പകർന്നാടുകയായി. തങ്കരഥമേറി വന്നു
ഉള്ളിലാസ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ മെല്ലെ മൃദുപല്ലവി പോലെയതിൻ ഹൃദയഗീതമാകവേ ഓർമ്മകളിൽ വീണണിഞ്ഞ വിരഹഗാനമാകവേ സാന്ത്വനമായി വന്നൊരേ സൗവർണ്ണ വേളയിൽ സ്വരകന്യകമാർ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി. തീരം കവിഞ്ഞൊഴുകുമ്പോൾ പോലും ഈ പുഴയുടെ ഉള്ളം മെല്ലെ തേങ്ങുന്നതിൻ്റെ സ്വരകണങ്ങൾ പൊന്നണിഞ്ഞു പെയ്യുമ്പോഴും മോഹക്കാർമുകിലിനുൾ തുടിയ കഥനതാപമിൻ്റെ ഓടിവരും തിന്നലി വിരഹഗാനമിൻ്റെ ഉണരാത്തതിൻ്റെ വാസന്തദൂതികെ സ്വരകന്യകമാർ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി. തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പിൻമണിയായി സുഹൃതവനിലാരോ പാടും ആശംസാമംഗളമായി സ്വരകന്യകമാർ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി. ആഹാ സൂപ്പർ സൂപ്പർ കലക്കി അടിപൊളി. സോ ഗുഡ്. മീനുകൂടാ, എന്തോ അപ്പൊ എന്റെ ലൈബ്രറിയിൽ എടുത്തു വയ്ക്കാൻ ഒരു പാട്ടും കൂടെ ആയി. ഫ്രണ്ട് വെക്കാം. ഒരു രക്ഷയില്ലടാ. എന്തൊരു മെലോഡിയസ് ആയിരുന്നു അല്ലേ? ഇങ്ങനെ കാറ്റത്ത് ഒരു പൂത്തുമ്പി ഇങ്ങനെ പറന്നു പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഈ പാട്ട് ഇങ്ങനെ ഇവിടെ അത്രയും പറന്നു കിടന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കിടന്നു, അന്തം വിട്ടു പോയി എന്നൊക്കെ പറയില്ലേ ചില ശരിക്കും ഭാഗങ്ങളൊക്കെ. അതെ അതെ. ഇതെങ്ങനെ എന്ന് ആ ചരണത്തിന്റെ അവസാനം വരുന്നില്ലേ, ഉണരാത്തതെന്തേ. ഉണരാത്തതെന്തേ. ആ സാന്ത്വനമായി വന്നൊരു സൗവർണ വേളയിൽ, അതുപോലെ ഉണരാത്തതെന്തേ വസന്ത്. അവിടെ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വന്നില്ലേ, ഒരു ഡൈനാമിക്സ് അവിടെ അപ്ലൈ ചെയ്തില്ലേ, അവിടെ സോഫ്റ്റ് ആയിട്ട് വന്നില്ലേ. ഉണരാത്തതെന്തേന്ന് ചോദിച്ചപ്പോ സമ്മതിച്ചു കൊടുക്കണം അതെ, കേട്ടോ. അതെ, അതെ. അടിപൊളിയായിരുന്നു അത്. കഥനതാപമിൻ്റെ ഓടിവരും തിന്നലി വിരഹഗാനമിൻ്റെ ഉണരാത്തതിൻ്റെ വാസന്തദൂതികെ സ്വരകന്യകമാർ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി. എന്ന് പറഞ്ഞാൽ എന്തൊരു കൺട്രോളാണ് ശരിക്കും അതെ അതെ. ആ. അങ്ങനെ കൺട്രോൾ ഉണ്ടെങ്കിൽ അങ്ങനെ പാടാൻ പറ്റൂ. അത്രയും കൺട്രോൾ ഉള്ള ആളാരാണ്? ഞാൻ. അയ്യോ. ഇന്ന് സ്റ്റേജ് തൂക്കിയതാരാണ്? ഞാൻ. ഞാൻ. ഇന്ന് അസാധ്യമായിട്ട് പാടിയതാരാണ്? ഞാൻ. ഇന്ന് ഏറ്റവും ചുന്ദരിയായിട്ട് ഇവിടെ കാണുന്ന ആരാ? മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട്, എന്റെ മോളും കൂടെ ഉണ്ട്. മോൾക്ക് ഫീൽ ചെയ്യും. രണ്ടുപേരുണ്ട്. ചില പാട്ടുകള് അത് സോ ബ്യൂട്ടിഫുൾ ആയിരിക്കും, പക്ഷെ അത് പാടുമ്പോ എന്താ വെച്ചാ ഒരുവിധം പാടിയെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ ഡോറിൽ വന്നിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. നോക്ക് 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 നോക്ക്. പക്ഷെ അത് കയറൂല. പക്ഷെ ശിവകാമി കുഞ്ഞ് പാടുന്ന മിക്ക പാട്ടുകളുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, വാര് തള്ളി തുറന്നിട്ട് കേറുക. തള്ളി തുറന്ന് അതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. വാടകയും തരൂല. ഒരു സ്ഥലത്ത് വരുമ്പോ വാടക കൊടുക്കണ്ടേ? എന്നാലും നമ്മള് താമസിക്കാൻ സമ്മതിക്കുകയും ചെയ്യും. അത് നമ്മൾ സമ്മതിക്കും. നമ്മള് പറയും വാടക ഒന്നും വേണ്ട, ഇവിടെ തന്നെ ഇരുന്നോ, ഇവിടെ ഇരുന്നോന്ന് പോവല്ലേ പോവല്ലേ. സ്റ്റേ ഫോർ എവർ എന്ന് പറയും. അപ്പൊ ഏറ്റവും നല്ല പാട്ടുകൾ എന്ന് പറയുന്നത് അത് നമ്മൾ റിമെമ്പർ ചെയ്യുമ്പോഴാണ്, ആ പെർഫോമൻസസ് റിമെമ്പർ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഗ്രേറ്റ് എന്ന് നമുക്ക് പാടാൻ പറ്റുന്നത്. അപ്പോൾ ആ ഹമ്മിങ്ങിൽ ആദ്യം തുടങ്ങിയെടുത്ത് ഒരു ചെറിയൊരു എന്തോ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ പാട്ട് പല്ലവി തുടങ്ങിയോട്ട് റോക്കറ്റിൽ ഒരൊറ്റ പോക്കാണ്. പിന്നെ പോക്കിട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പോയി. അതേതോ ഒരു ഭ്രമണ പദത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. തിരിച്ചു വരും തോന്നുന്നില്ല. പക്ഷെ ഞാനത് പിടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടേ.
കേട്ടോ. അപ്പൊ ഈ പാട്ടുകളൊക്കെ ഓർക്കുന്നു. അങ്കിൾ ഇത്രയും നാളിന് മുമ്പേ പാടിയ പാട്ട് പോലും അങ്കിൾ ഓർക്കുന്നുണ്ട്, ശിവകാമി കുഞ്ഞ് പാടിയതെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് വേണ്ടത്, ആ രീതിയിലാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഫൈനലിലേക്ക് അടുക്കുന്നു. അപ്പോൾ ഓരോ പാട്ടിൻ്റെയും സെലക്ഷൻ ഗംഭീരമായിരിക്കണം, അത് പ്രാക്ടീസ് ചെയ്യുന്നത് ഗംഭീരമായിരിക്കണം, പ്രിപ്പറേഷൻ ഗംഭീരമായിരിക്കണം, കോൺഫിഡൻസ് ഗംഭീരമായിരിക്കണം, പെർഫോമൻസ് ഗംഭീരമായിരിക്കണം. എല്ലാം ഗൗതം ഗംഭീരമായിരിക്കണം. ഓക്കെ, അത് മറക്കണ്ട കേട്ടോ. അങ്കിൾ ഇഷ്ടപ്പെട്ട ഒരുപാട് വരികളുണ്ട്. അതെല്ലാം ഓരോന്ന് പറഞ്ഞാൽ മൊത്തം പാട്ട് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പൊ നന്നായി വരട്ടെ മക്കളെ. ഒത്തിരി സന്തോഷായിട്ടാ, ഇവിടെ നിറഞ്ഞു കവിഞ്ഞു. എന്താ ഇപ്പൊ സംഭവിച്ചത് ഇവിടെ? മിടുക്കിയായിട്ട് പാടി, അറിഞ്ഞൂടെ? അയ്യോ എന്റെ പൊന്ന്, മിടുക്കി. ഓരോ ഭാഗവും അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ വോയിസ് കൺട്രോള്, ഡൈനാമിക്സ്, ശ്രുതി, താളം, എങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, മിടുക്കിയായിട്ട് പാടി. എനിക്ക് ആ ശബ്ദമാണ്, ആ ശബ്ദം ഇങ്ങനെ ലിങ്കർ ചെയ്തോണ്ടിരിക്കും, അത് വിട്ടുപോവുകയില്ല, അത് മനസ്സിൽ ഇങ്ങനെ ഇരിക്കും ആ ശബ്ദം. ഇത് ആരാ ഇത്? കുറച്ചും കൂടെ കഴിഞ്ഞാൽ എന്താവും ശിവകാമി കുട്ടി എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ഇപ്പൊ തന്നെ ഒരു പ്രൊഫഷണൽ സിംഗറുടെ ഒരു മെച്യൂരിറ്റിയോടുകൂടിയാണ് നമ്മുടെ ശിവകാമി കുട്ടി പെർഫോം ചെയ്യുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ വേറെ ലെവലാവും കേട്ടോ, വേറെ ലെവലാവും. സത്യമായിട്ട് ഇത് എഴുതി വെച്ചോ ശിവകാമി കുട്ടി. മിടുക്കിയായിട്ട് പാടി കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി, ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇത്ര സന്തോഷം എന്താന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ശിവകാമി കുട്ടി പാട്ട് കുറച്ച് പുറകോട്ട്, മാർക്കൊക്കെ കുറച്ച് പുറകോട്ട് പോയിരുന്നു. അവിടുന്ന് ഒരു കംബാക്ക് വന്നു. ഇന്നത്തെ പെർഫോമൻസും കൂടെ ആയപ്പോഴത്തേക്ക് ഒരു ഡബിൾ ധമാക്ക കംബാക്കാണ് വന്നത്. അതിന്റെ ഒരു വലിയൊരു ഹാപ്പിനെസ് ഉണ്ട് എനിക്ക് അത്രയും സന്തോഷമുണ്ട് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എന്താ ഇത്, ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെയാ ശിവകാമിക്കുട്ടി പാടുന്നേ. ഞാൻ പറയായിരുന്നു നല്ല വാംത്താണ് വോയിസിന്. വെച്ചാൽ വളരെ അപൂർവം ആൾക്കാർക്ക് മൈക്രോഫോൺ ഫ്രണ്ട്ലി വോയിസ്, മാഗ്നറ്റിക് വോയിസ് എന്നൊക്കെ പറയും, മൈക്രോഫോൺ ഫ്രണ്ട്ലി. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ശിവകാമിക്കുട്ടിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. മൈക്ക് പാടി തുടങ്ങുമ്പോഴത്തേക്കും വേറൊരു വോയിസ് ആണ്. യെസ്, സംസാരിക്കുമ്പോ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറയും. പക്ഷെ പാടുമ്പോണ്ടല്ലോ വേറൊരു അപ്പൊ അറിയാം വിവരം. അപ്പൊ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ശിവകാമക്കുട്ടിക്ക്. അത് മാത്രമല്ല അനേകം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. നല്ല ടാലന്റ് ദൈവം തന്നിട്ടുണ്ട്. ഹമ്മിങ് മാത്രം ചെറുതായിട്ടൊന്ന് നമുക്കൊരു പേടിയാണ് ഫീൽ ചെയ്തത്. അത് പെർഫെക്ഷൻ ഇല്ല എന്നല്ല പറയാം, ആ പേടി കാരണം കൊണ്ടുള്ളൊരു സംശയം അങ്ങനെയാണ് നമുക്ക് തോന്നിയത്. അതൊന്നും കൂടി ചിലപ്പോൾ ഇപ്പൊ പാടിപ്പിച്ചാൽ ഹമ്മിങ് കറക്റ്റ് ആയിട്ട് വരുമായിരിക്കും. അത് നമുക്ക് അറിയുകയും ചെയ്യാം പാടുന്ന. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പാടിപ്പിക്കുന്നില്ല. ശരിയായിരിക്കും അറിയാമല്ലേ. അതെ. അപ്പൊ എന്തായാലും വളരെ മനോഹരായി ഇന്നത്തെ പാട്ട് കേട്ടോ. വെരി ഗുഡ്, നൈസ്. മാർക്ക് വേണ്ടേ? ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടേ. ഒരു 10, ഒരു 20, ഒരു 30, ഒരു 40. ഇത്രയേ ഉള്ളൂ മാർക്ക്. എത്രയായി പറഞ്ഞോ? 10 + 20 30. 30 + 30 60. 60 + 40 100. Plus 2 stars. ഒരു മധുര മഴ ശിവകാമി കുഞ്ഞിന്. ഇത് മാത്രല്ല വേറൊരു സന്തോഷം കൂടിയുണ്ട്. ശിവകാമി കുട്ടിയാണ് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ. അപ്പൊ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? ശിവകാമിക്കുട്ടി. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു എം ജെ അങ്കിൾ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. നാണമാ
കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയിലേ വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല കൽബിലെ മൈന ഇന്നും ഉറങ്ങിയില്ല മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ നീ കണ്ടില്ലേ കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ മിണ്ടിപ്പറഞ്ഞേ എന്തോ മെല്ലെ പറഞ്ഞേ ചുറ്റിപ്പായും മണ്ടോടൊപ്പം മൂളിപ്പറന്നേ മഞ്ഞു പൊഴിഞ്ഞേ എൻ മനം നിറഞ്ഞേ നീതലാമ്പലായോർമകൾ ഒളിച്ചിരുന്നേ അന്നേ ഒളിച്ചിരുന്നേ തെന്നൽ എന്നല്ലോ ഞാലിന്മേൽ ഒളിച്ചിരുന്നേ മിണ്ടിപ്പറഞ്ഞേ എന്തോ മെല്ലെ പറഞ്ഞേ ചുറ്റിപ്പായും മണ്ടോടൊപ്പം മൂളിപ്പറന്നേ കണ്ണിനുള്ളിൽ നീ കൺമണി കാതിനുള്ളിൽ നീ തേൻമൊഴി കിന്നാര പൂങ്കുഴൽ പാട്ടു നീ എന്നാണുമെൻ കളിത്തോഴി നീ മുത്തേ നിന്നെ മുത്തിനിൽക്കും കാറ്റിനും മനോരാഗമോ കണ്ണിനുള്ളിൽ നീ കൺമണി കാതിനുള്ളിൽ നീ തേൻമൊഴി കിന്നാര പൂങ്കുഴൽ പാട്ടു നീ എന്നാളും എൻ കളിത്തോഴി നീ മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും മനോരാഗമോ മെഹർബാ മെഹർബാ ഹേ പുതുക്ക പെണ്ണേ മെഹർബാ 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 പുതുക്ക പെണ്ണേ മെഹർബാ പത്ത് കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ നിന്റെ പകിട്ടിൽ കണ്ണു വെക്കണ പുതുമണവാളൻ മെഹർബാ മെഹർബാ കള്ളിപ്പെണ്ണേ മെഹർബാ കഞ്ചകപ്പൂൻ ചെന്തിനത്തരു മുത്തേ മെഹർബാ നാളെ ഇരസപ്പൂൻ കാവനത്തിലെ മധുവിധുവല്ലേ ഹേ രസിയാ ഹേ രസിയാ ഹേ രസിയാ മെഹർബാ മെഹർബാ പുതുക്ക പെണ്ണേ മെഹർബാ പത്ത് കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ നിന്റെ പകിട്ടിലെ കണ്ണു വെക്കണ പുതുമണവാളൻ ഗന്ധമു പൊയ്യരുക പനീരു ഗന്ധമു പൊയ്യരുക സുന്ദരനോ സൂര്യനോ ഇന്ദ്രനോ എൻ ചന്ദ്രനോ എന്നു വരും മമ മന്ദിരത്തിൽ ഇന്നു കലാധരനിൻ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ണോ
പറയാം അല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി Happy birthday to you. Happy birthday, dear Kutanjeta. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, dear. Happy birthday to you. ഹാപ്പി Happy birthday, Kutanjeta. അയാൾ സംഗീതത്തിന്റെ രാജാവ്. മലയാളികളുടെ കാതുകളിലും ഓർമ്മകളിലും എന്നും തങ്ങി നിൽക്കുന്ന നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച പ്രിയ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ. കണ്ണിൽ മിന്നും കണ്ണാ. 3 പതിറ്റാണ്ടിലേറെ നീണ്ട തന്റെ സംഗീത യാത്രയിൽ ഒട്ടനവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി എം ജെ സാർ നമ്മെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ലളിതവും എന്നാൽ ഹൃദയസ്പർശിയുമായ മെലഡികളിലൂടെ മലയാള ചലച്ചിത്ര സംഗീത ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. വലിയൊരു ഗ്രൗണ്ടില് ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ തെന്നി വീണു. എനിക്ക് പാട്ട് പാടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. അത് ജസ്റ്റ് രക്ഷപ്പെട്ടാണ്. 1 മില്ലിമീറ്ററിനാണ് വോക്കൽ കോർഡിന്റെ ഇപ്പുറത്ത് വന്നത്. ടോപ്പ് സിംഗറിലെ കുട്ടിപ്പാട്ടുകാരുടെ തെറ്റുകൾ സ്നേഹപൂർവ്വം തിരുത്തിക്കൊടുത്ത് കുട്ടികൾക്ക് അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാവുന്ന പ്രിയപ്പെട്ട എം ജെ ഇനിയും ഒട്ടനവധി മനോഹര ഗാനങ്ങളിലൂടെ ഞങ്ങളെ വിസ്മയിപ്പിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. ടോപ്പ് സിംഗർ കുടുംബത്തിന്റെ കരുത്തും വഴികാട്ടിയുമായ നമ്മുടെ പ്രിയപ്പെട്ട എം ജെ അങ്കിളിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. എം ജെ അങ്കിൾ വെൽക്കം. വരാ. കണ്ണിൽ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ കണ്ണിൽ കണ്ണിൽ. ഹാപ്പി ബർത്ത്ഡേ എം ജെ അങ്കിൾ. ഹാപ്പി ബർത്ത്ഡേ കുട്ടൻചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് അറിഞ്ഞൂടാ എന്ത് പറയണം എന്നുള്ളത്, വാക്കുകളൊന്നും കിട്ടുന്നില്ല. മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒരു ഹൃദയാർദ്രമായിട്ടുള്ള ഒരു സർപ്രൈസ് ആയിരുന്നു. എൻ്റെ കണ്ണിനുള്ളിലെ കൺമണിമാരാണ് ഇവിടെ നിൽക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട അനിയൻ മധുവും അതുപോലെ ആര്യക്കുട്ടിയും പിന്നെ നമ്മുടെ മീനുകുട്ടിയും ഒക്കെ. അപ്പോൾ ശരിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് തോന്നാറില്ല ഞാൻ വെളിയിലോട്ട് എവിടെയോ പോവുകയാണെന്ന്. ശരിക്കും ഒരുപക്ഷെ വീടിനേക്കാൾ കൂടുതൽ എനിക്കിപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ടോപ്പ് സിംഗർ ആയിരിക്കാം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ഇഷ്ടപ്പെടുകയും അത്രയധികം സ്നേഹിക്കുകയും ചെയ്യുന്നത്. ഫ്ലവേഴ്സിന് ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു വേദി നമുക്ക് തന്നിരിക്കുന്നത്, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ തരുന്നതിന്. അതുപോലെ നമ്മുടെ ടോപ്പ് ബാൻഡ്, താങ്ക് യു. എല്ലാ സമയങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ്, അവരെപ്പോഴും എനിക്ക് സ്നേഹം മാത്രമാണ് തന്നിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ നേതൃത്വം വഹിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി രാഘുവിന് എൻ്റെ സ്നേഹം. അതുപോലെ നമ്മുടെ ക്യാമറ സഹോദരന്മാർ, അതുപോലെ ഓഡിയോയിലുള്ളവർ, എഡിറ്റിങ്ങിലുള്ളവർ, എല്ലാവർക്കും ഈ സമയത്ത് നമുക്ക് ഫുഡ് തരുന്ന ചേച്ചിമാർ, ഡ്രൈവേഴ്സ്, അതുപോലെ മറ്റുള്ള എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എൻ്റെ സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ സംഗീത ജീവിതത്തിൽ മലയാള സിനിമ സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ തന്നിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് കുട്ടൻചേട്ടനാണ്. ഒരു സംഗീത സംവിധായകൻ ഗായകൻ എന്നുള്ള ഒരു ബന്ധത്തിലുപരി ഞങ്ങൾ ഒരു സ്വന്തം ചേട്ടനും അനിയനും പോലെ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. ഞങ്ങൾ ബന്ധുക്കളാണ്, അത് വേറെ കാര്യം. പക്ഷേ അതിലും ഉപരി ഹൃദയബന്ധം, ഹാർട്ട് ടു ഹാർട്ട്, അത് പരിചയപ്പെട്ട നാൾ മുതൽ അതിങ്ങനെ വളർന്ന് അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ബന്ധം. അപ്പോൾ എന്തായാലും തീർത്താൽ തീരാത്ത അത്ര കടപ്പാടും എനിക്ക് കുട്ടൻചേട്ടനടുത്തുണ്ട്. എനിക്ക് 2002 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട് അമ്മേ അമ്മേ എന്നുള്ള ഗാനം എനിക്ക് സമ്മാനിച്ചത് കുട്ടൻചേട്ടനാണ്. എനിക്ക് വേദികളിലെല്ലാം പാടാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് പാട്ടുകൾ അത് എനിക്ക്
കൂടുതലും കുട്ടൻ ചേട്ടൻ്റെ പാട്ടുകളാണ് എനിക്കുള്ളത്, എൻ്റേതായിട്ടുള്ള പാട്ടുകൾ മലയാളത്തിൽ. എന്തായാലും താങ്ക് യു സോ മച്ച് കുട്ടൻ ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ വൺസ്. ലവ് യു അനിയ. താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്ര അടുത്ത് പരിചയപ്പെട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന, വളരെയധികം ഇഷ്ടപ്പെടുന്ന, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്ന മൊമെന്റ്സുകൾ തരുന്ന മനുഷ്യന്മാരിൽ ചുരുക്കം കുറച്ച് ആളുകളിൽ ഒരാളാണ് MJ സർ. സാറിൻ്റെ വാസ്റ്റ് നോളജ് ആയാലും സാറിൻ്റെ മ്യൂസിക്കൽ നോളജ്, ഇതൊക്കെ എന്നെ ആദ്യത്തെ ദിവസം തൊട്ടിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം, അടുത്തിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുവാണ്. ആൻഡ് ഐ റെസ്പെക്റ്റ് യു സോ മച്ച്, ഐ ലവ് യു സോ മച്ച്. ഇതുവരെ മലയാളികൾക്ക് തന്ന എല്ലാ പാട്ടുകൾക്കും എന്താ പറയുക, ഒരുപാട് 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 സ്നേഹം. ഹാപ്പി ബർത്ത്ഡേ MJ സർ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഒരു റീൽ ഇങ്ങനെ കണ്ടപ്പോൾ അതിനകത്താണ് ആര്യക്കുട്ടി ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കരുതി, എത്ര മിടുക്കിയാണ്, എത്ര ഈസി ആയിട്ടാണ് പാട്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. അത് ഓഡിയൻസിന് അവരുമായിട്ട് കറക്റ്റായിട്ട് ജെല്ലിയുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് കൃത്യമായിട്ട് പാടുക, അങ്ങനെയുള്ള കാര്യമില്ല. ഒരു ബ്രില്യൻ പെർഫോമറായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ കരുതി എപ്പോഴെങ്കിലും പരിചയപ്പെടാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സിൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് നേരിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കരുതിയതൊന്നും തെറ്റല്ല എന്ന് എനിക്ക് അപ്പോൾ തോന്നി. അപ്പോൾ ഈവൻ മോർ ഒരു ടാലൻ്റ് ഉള്ള ഒരാളാണെന്ന് തോന്നി. പിന്നെ ഇവിടെ വി ബിഗെയിം ഫാമിലി. അപ്പോൾ അത് ഏറ്റവും സന്തോഷമാണ്. ഇപ്പോൾ ആര്യ പറഞ്ഞ പോലെ തന്നെ മധുവും ഞാനും ആര്യയും കൂടെയുള്ള ഈ ഒരു ടീമുണ്ടല്ലോ, കൂട്ടുകാർ എന്നുള്ള ഒരു ടീം, അത് ഒരൊറ്റ മനസ്സിലാണ് പ്രവർത്തിക്കുന്നത്. അത് 3 പേരല്ല, ഒരൊറ്റ മനസ്സും ഹൃദയവും സോളുമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്യാപ്റ്റനായിട്ട് തന്നെ, നടുക്ക് തന്നെ, യുനോ ഷീസ് ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മകളെ എനിക്ക് കിട്ടി എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ സമയം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് എൻ്റെ അച്ഛയുടെ അമ്മയുടെ ഒക്കെ കാര്യം വരുമ്പോൾ എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് വേഗം സങ്കടം കൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് വേഗം കണ്ണെന്ന് വെള്ളം വരും. എനിക്ക് പിന്നെ പറയാൻ പറ്റൂല. അപ്പോൾ MJ ഞങ്ങൾ എപ്പോഴും പറയും MJ ഞങ്ങളുടെ മോളാണെന്ന്. അപ്പോൾ എനിക്ക് തിരിച്ചെൻ്റെ അച്ഛയാണ് എന്നുള്ളതിന് ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവ് എനിക്ക് കാണിച്ചാൽ അറിഞ്ഞൂടാ. എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഐ ലവ് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. മീനുകുട്ടിയെ പോലെ ഒരു മകളെ കിട്ടണമെങ്കിൽ വലിയ ഭാഗ്യം ചെയ്യണം ശരിക്കും. അപ്പോൾ ഞാൻ ജന്മം കൊടുത്ത അച്ഛനല്ല, തീർച്ചയായിട്ടും ടോപ്പ് സിംഗറിലൂടെയാണ് മീനുകുട്ടിയെ പരിചയപ്പെടുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ മകൾ തന്നെ എന്നും. ഞാൻ എൻ്റെ മക്കളോടും എപ്പോഴും പറയും, നിങ്ങൾക്ക് ഒരു അനീതിയുണ്ട്, അത് മീനുകുട്ടിയാണ് എന്ന് പറയും. അപ്പോൾ അവരും ആര് ആരാന്ന് പറയാ, ഗസ് ചെയ്താ മതി, കാണിച്ചു തരൂല. പിടികിട്ടില്ല. എന്നാലും പറ. നമ്മൾ തമ്മിൽ അവിടെ കണ്ടെന്ന് മറന്നോ? ആ ശബ്ദവും കൂടെ നമ്മള് കേൾക്കണത്. ഇല്ലില്ല, നോക്കരുത്. ഒരു പിടികിട്ടില്ല. മനസ്സിലാവായി. ജംഗിളെ ശല്യപ്പെടുത്തിയതല്ല, ശല്യപ്പെടുത്തല്ലേ ലിജോ കുട്ടനാ. മൈ ഗോഡ്, നീ ശബ്ദം കെട്ടിക്കുന്നപ്പോ ഞാൻ വിചാരിച്ചത് ആരാ, വേറൊരു മനുഷ്യൻ. ഒരു ശബ്ദമല്ലല്ലോ. ലിജോ കുട്ടൻ എന്റെ പ്രിയപ്പെട്ട അനിയനാണ്. പ്രിയപ്പെട്ട അനിയനാണ്. ഡോക്ടറാണ്. ആയുർജ്യോതി എന്ന് പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട നടത്തുന്ന ആളാണ്. എൻ്റെ ഭാഗ്യമാണ് എനിക്ക് അനിയനായിട്ട് കിട്ടിയത്. ഇപ്പോൾ ഇറ്റ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ, പ്ലസന്റ് എന്ന് പറയാം, ബ്യൂട്ടിഫുൾ സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ലിജോ കുട്ടൻ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചേട്ടന് എനിക്ക് പിന്നാലെ ഇനി വേറെ കുറെ സർപ്രൈസുകൾ വരുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്. ഏയ് ജോകുട്ടാ, മോളെ, മക്കളെ, ഇതാ എനിക്ക് ഒരു പ്രസന്റ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. റമീൻ, സാധാരണ എനിക്ക് അങ്ങനെ ബർത്ത്ഡേയുടെ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല.
ബർത്ത്ഡേ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ആഘോഷിച്ചിട്ടുള്ളത് ഇവിടെ തന്നെ ആവും അല്ലേ? അതെ. വളരെ സർപ്രൈസ് ആയിട്ട് ഇത് ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സ് ആണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലുള്ളത്, ഇതുവരെ ഉള്ളത്. ഈ യാത്രയിൽ കണ്ണു നിറയുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അത് നേരത്തെ ഞാൻ ഗ്രൂമേഴ്സിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. അവർ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ്, വളരെ പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ആണ്. അവർ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് തീർച്ചയായിട്ടും. ശ്യാം പ്രസാദ്, വൈശാഖ്, പിന്നെയും ഒരു വൈശാഖ്, സ്വാതി, സനൂപ്, സിയാദ്, എല്ലാവർക്കും എൻ്റെ സ്നേഹം ഈ സമയത്ത്. താങ്ക് യു സോ മച്ച് ലിജോ കുട്ട. അവരോട് ഞാൻ താങ്ക്സ് ഒന്നും പറയാറില്ല, പക്ഷേ ഇതൊരു ഫോമൽ വേദി ആയതും കൂടെ കൊണ്ട് ഞാൻ പറയുകയാണ്. താങ്ക് യു സോ മച്ച്. രാഘു, ഇതെല്ലാം സെറ്റാക്കിയ രാഘുവിന്റെ തരിടയ്ക്ക് ഒരു വീഡിയോ ഈ പ്രസന്റ് മാത്രം മതിയോ? ഞങ്ങൾക്കും തരണം പ്രസന്റ്. അതെ, എനിക്ക് ഞങ്ങൾക്കും ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇത് പ്രസന്റ് എന്ന് വെച്ചാണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് മൂന്നാക്കുക. ഈ കാര്യത്തിൽ ഞങ്ങൾ മൂന്നുപേരും ഒരു ടീമാ. ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ പ്രസന്റ് വാങ്ങാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ MJ അങ്കിളുടെ മൊത്തം ആലോചിച്ച് MJ അങ്കിളിന് എന്തായിരിക്കും ഇഷ്ടപ്പെടുക അങ്ങനെയൊക്കെ ചിന്തിച്ച് വാങ്ങിയ ഒരു സാധനമാണ്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു സാധനം. അത് എന്റെ സ്വന്തം പോക്കറ്റ് മണി വെച്ചിട്ട് ഞാൻ അച്ഛയ്ക്കും അമ്മയ്ക്കും അല്ലാണ്ട് ഒരാൾക്കൊരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് MJ അങ്കിളുടെ മാത്രമാണ്. അങ്ങനെ ഞാൻ വാങ്ങിപ്പിച്ച ഒരു സാധനമാണ്. പിന്നെ മധു അങ്കിൾ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, ആര്യ ചേച്ചി ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ തരട്ടെ മൊത്തം സർപ്രൈസസ്. അതെ അതെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ കുട്ടൻ ചേട്ടാ. MJ sir, happy 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 birthday. ഇതൊന്നും വേണ്ടായിരുന്നു. ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം. ഞാൻ തരട്ടെ. ഈ ഗിഫ്റ്റ് ഞാൻ ഓർത്തിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയതാ. ഞാൻ ഇത്ര ചിന്തിച്ചൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടേ ഇല്ല. ഇതിനുള്ളിലുണ്ട് ഗിഫ്റ്റ്. പക്ഷെ MJ ഞങ്ങൾ കണ്ണടക്കി, എന്നിട്ട് കൈ നീട്ട്, ഈ കൈ നീട്ട്, ഇങ്ങനെ നീട്ടി പിടിക്കണം, കണ്ണ് തുറക്കരുതേ. തുറന്നു, കണ്ണ് തുറക്ക്. My God. ഇത് ഇങ്ങനത്തെ ഞാൻ MJ അങ്കിൾ ഇടുന്ന കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇന്നലെ ഇത് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വിളിച്ച് ആ ചേട്ടനെ കൊണ്ട് കെട്ടിച്ചതാണിത്. ഇനി സ്ഥിരമായിട്ട് എന്റെ കയ്യിലുണ്ടാവും. താങ്ക് യു. അപ്പൊ എപ്പോഴും മീൻകൂട്ടൻ എന്റെ അടുത്ത് ഉള്ള പോലെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. സന്തോഷം. അപ്പൊ ലിജോ സാറിന് എന്താ പറയാനുള്ളത് ഞങ്ങളുടെ അടുത്ത് സ്പെഷ്യൽ ആയിട്ട്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലോറിൽ ഈ സമയത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും വരാൻ കഴിഞ്ഞത് ഒരുപാട് ഭാഗ്യമായിട്ട് കാണുന്നു. അതിനേക്കാൾ ഉപരി M ജയചന്ദ്രൻ എന്ന് പറയുന്ന ലെജൻഡിൻ്റെ വലിയൊരു മനസ്സും കൂടിയാണ് ഞാനിവിടെ ഉണ്ടാവാനായിട്ടുള്ള കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലെയുള്ള ഒരു സാധാരണ ഒരു വ്യക്തിനെ ഇത്രയധികം സ്നേഹിക്കും കൂടെ നിർത്തും ചെയ്യേണ്ട ഒരു കാര്യം ചേട്ടനുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പലപ്പോഴും തോന്നും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ M ജയചന്ദ്രൻ എന്ന വ്യക്തിയെ കണ്ടതിന് മുൻപും ശേഷവും ഇതായിരുന്നു എൻ്റെ ലൈഫ്. എൻ്റെ മനസ്സിലുള്ള ഒരുപാട് സ്വപ്നങ്ങൾക്കും ഒരുപാട് ആഗ്രഹങ്ങൾക്കും ചിറക് വെച്ചത് ചേട്ടനെ ഞാൻ കണ്ടുമുട്ടിയതിന് ശേഷം മാത്രമാണ്. ഞാനും ചേട്ടനും തമ്മിൽ രക്തബന്ധം അല്ലെങ്കിലും അതിനേക്കാളൊക്കെ മൂല്യം കൂടിയ കർമ്മബന്ധം കൊണ്ട് കിട്ടിയ ചേട്ടനും അനിയനുമാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ ചേട്ടനെ ആശംസിക്കാൻ വേണ്ടി ഞാൻ തന്നെ എഴുതിയ ചേട്ടൻ്റെ ഒരു പാട്ടുകൾ വെച്ചിട്ട് ഒരു ആശംസ ഞാനിവിടെ വായിക്കാം. ചേട്ടൻ എപ്പോഴും എന്നോട് പറയും, നീ പാടരുത്, നീ 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 കൂടുതൽ വായിക്കരുത്, നീ പാടരുത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചേട്ടന് വോയിസ് നോട്ട് ഞാൻ ഓരോ പാട്ട് പാടി അയക്കും. മിക്കതും ബാത്റൂമിൽ നിന്നായിരിക്കും. ഒരു റിവേർബ് ഉണ്ടാവില്ല. അങ്ങനെയാണ്. വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയണതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനങ്ങനെ പലതും ചെയ്യാറുണ്ട്. പക്ഷെ ചേട്ടന് അത് ഞാൻ അയച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലുള്ള റിപ്ലൈകൾ കിട്ടുമ്പോൾ പിന്നെ ഞാൻ 2 ദിവസം മിണ്ടാണ്ടിരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും അയക്കും. എന്തായാലും ഒന്ന് പാടാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ചേട്ടൻ്റെ പാട്ടുകൾ വെച്ചിട്ട്, പാട്ടുകളുടെ തുടക്കം വെച്ചിട്ട് എഴുതിയ ഒരു ചെറിയൊരു സംഭവം ഞാൻ ഇപ്പോൾ വായിക്കാം. ജൂണിലെ നിലാമഴയിൽ ഒന്നിനുമല്ലാതെ എന്തിനോ വേണ്ടി എന്നപ്പോൾ പാട്ടുകൊണ്ടൊരു തേൻപുഴ ഒഴുക്കാനായി രാക്കിളി തൻ താരാട്ടുമായി അവനെത്തി. സുന്ദരനോ സൂര്യനോ എന്ന വിധം ഹൃദയത്തിൻ മധുപാത്രങ്ങൾ കവർന്ന് അവൻ വളർന്നു. അകലെ അകലെ അങ്കുലി സ്പർശം പോലെ അത്തിമര കൊമ്പിലെത്തി ആടിപ്പാടി. ഇത്രമേൽ എന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് മലയാളികളെ ചിന്തിപ്പിച്ച പാട്ടുകാരൻ.
ചെന്താർമിഴിയായും പൈനാപ്പിൾ പെണ്ണായും ചെമ്പരത്തി കമ്മലിട്ട് വന്ന തിങ്കൾ കിടാവായും അവളെ കാണാൻ പ്രേരിപ്പിച്ച പാട്ടുകാരൻ. കാത്തിരുന്ന് കാത്തിരുന്ന് മനസ്സിൽ വിരിയുന്ന മലരാണ് സ്നേഹം എന്ന് തിരിച്ചറിവ് തന്ന വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കുട്ടേട്ടൻ. ഓ സൈനബയായും പ്രണയമയി രാധയായും കാലത്തിനൊത്ത് വ്യത്യസ്തമാം വിധം ഈണങ്ങൾ നൽകി യാത്ര തുടരുന്ന ജയേട്ടന് സ്മൃതിതൻ ചിറകിലേറിയ 100,000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല കേട്ടോ, അവൻ എഴുതി കൂട്ടിയതാണ്. ലിജോ കുട്ടന്റെ സ്നേഹം എന്ന് പറയുന്നത്, അത് അങ്ങനെ ഒരു സ്നേഹം കിട്ടുക എന്നുള്ളത് ചേട്ടൻ എന്നുള്ള രീതിയിൽ എനിക്കും ഒരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. ലിജോ കുട്ടന്റെ മാത്രമല്ല, റെമിന്റെയും മക്കളുടെയും ഒക്കെ സ്നേഹം എല്ലാ കാലത്തും. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അല്ലേ? കേക്ക് മുറിക്കാം. Yes. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുട്ടൻചേട്ടൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഇത്ര സന്തോഷത്തില് കൂടുതലൊന്നും പറയാനില്ല അല്ലേ? പറയേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞു. ഹാപ്പി ആയി. ഹാപ്പി ഹാപ്പി. എം ജെ അങ്കിൾ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി. അത്ര സന്തോഷത്തില് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. തൽക്കാലത്തേക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ടാറ്റ പറയാം. ഗുഡ് നൈറ്റ്.